കിട്ടില്ലേ? ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ, എന്താ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് പൊടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? വേറെ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു വെള്ളയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ പച്ചരിയോ തേങ്ങയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ. ഈ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കാം എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ അരിപ്പൊടി നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി എടുക്കണം കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് കലക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാനലൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതൊക്കെ നന്നായിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ കലക്കി എടുക്കണം കേട്ടോ. നമുക്ക് അപ്പൊ അതൊക്കെ കലക്കി എടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അരിപ്പൊടിയൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പൊ വലിയ കട്ടിയില്ലാത്ത രൂപത്തിലായിരിക്കണം കേട്ടോ. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ കുക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പാനലൊക്കെ വെച്ചിട്ട് നന്നായി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയും വെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ കിടന്ന് ചൂടാവട്ടെ. നമ്മളിങ്ങനെ വിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. നന്നായിട്ട് നമുക്കത് കുറുക്കിയെടുക്കണം. കട്ട പിടിക്കാനേ പാടില്ല. നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കുറുകി വരട്ടെ. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് പരീക്ഷിച്ച് നോക്കണത്. സക്സസ് ആവുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവരും സക്സസ് ആവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്ക് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പം നോമ്പ് ടൈമിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നും പരീക്ഷിക്കാറുള്ളത്. നമ്മൾ ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം നമ്മളിങ്ങനെ ഓരോ പരീക്ഷണമായിട്ട് നോമ്പിൻ്റെ ടൈമിലാണ് കേട്ടോ ചെയ്യൽ കൂടുതലും. അപ്പം നമ്മളത് ചെറിയ തീയിലാക്കി കൊടുക്കണം കേട്ടോ. വല്ലാണ്ട് നമുക്കത് അടി പിടിക്കാനൊന്നും പാടില്ല. അപ്പം അത് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മുടെ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയതാ ഈ ഒരു രീതിയിലാവണ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് നോക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. അതിനുശേഷം നമ്മൾ അരിപ്പൊടി വറുത്ത അരിപ്പൊടി തന്നെ വേണം കേട്ടോ. അപ്പം ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈസ്റ്റ് അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാരയും ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. വെള്ളം കൂട്ടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് നമുക്ക് മാവ് സെറ്റാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മാവ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക നമ്മുടെ മാവ്. അപ്പം അത് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ നമ്മളൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനൊക്കെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ ഒരു നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിലായിരിക്കണം കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഈ മാവ് നമുക്ക് ഒരു 3/4 മണിക്കൂർ നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിന്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് സിമ്പിൾ പണിയാണ് കേട്ടത്, സമയക്കുറവുമാണ്. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കാനും പറ്റും. പിന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ വെള്ളയപ്പൊക്കെ ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം എന്ത് നല്ല സോഫ്റ്റ്നെസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.